പടത്തിന്റെ കുഴപ്പം തുടങ്ങുന്നത് രണ്ടാം പകുതിയിൽ ഭഗവൻ കേസരിയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ എഴുതാൻ സിനിമ തീരുമാനിക്കുമ്പോഴാണ്. ഫസ്റ്റ് ഹാഫ് എച്ച് വിനോദ് ഭഗവൻ കേസരി മാറ്റി എഴുതി, സെക്കൻഡ് ഹാഫ് വിജയ് പൂർണ്ണമായിട്ടും എഴുതി എന്ന് തോന്നുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. വിജി എന്ന കഥാപാത്രം ഫേസ് ചെയ്യുന്ന പേടി എന്ന കാര്യം, അതുപോലെ നായകൻ ചെറിയ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് മുതലായവ വിശദീകരിച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം ഒറിജിനൽ സിനിമയിലും ഉള്ളത് തന്നെയാണ്. പക്ഷേ ജനനായകനിലേക്ക് വരുമ്പോൾ നായകനെ എല്ലാ സമയത്തും അഡ്രസ്സ് ചെയ്യുന്നത് തളപതി തളപതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒറിജിനലിൽ ഉള്ളതിന് പുറമേ ആയിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ നായകൻ പരിഹരിക്കുന്നുണ്ട്. അതുപോലെ കുറച്ചധികം ഉപദേശങ്ങളും പുള്ളി കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ ജനാധിപത്യത്തെക്കുറിച്ച് നായകൻ ഇങ്ങനെ കത്തിക്കയറി പോകുന്നത് കാണുമ്പോൾ ചെറിയൊരു സ്വേച്ഛാധിപത്യം നമുക്ക് ഫീൽ ചെയ്യും. ഒരു സീനിൽ വിജി സംസാരിക്കുന്നത് തളപതി മറഞ്ഞു നിന്ന് കേൾക്കുന്നത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വ്യക്തിജീവിതം ത്യജിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഈ മനുഷ്യൻ എന്റെ തളപതിയാണ്, അണ്ണനാണ്, ചിത്തപ്പനാണ്, അപ്പനാണ് എന്നൊക്കെ വിജി പറയുമ്പോൾ തളപതി അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്. പുള്ളി തന്നെ നായകനായ പടത്തിൽ പുള്ളിയുടെ തന്നെ സ്ക്രീൻ ടൈറ്റിൽ ഉപയോഗിച്ച് പുള്ളിയെ തന്നെ വാഴ്ത്തിപ്പാടുന്നത് കേട്ടിട്ട് പുള്ളി തന്നെ കരയുന്നത് കാണുമ്പോൾ അണ്ണാ കൊഞ്ചം കീഴെ ഇറങ്ങി എന്ന് പറയാൻ അങ്ങോട്ട് തോന്നിപ്പോയി.